മുണ്ടക്കൈ ചൂരൽമല ദുരന്ത മേഖലയിൽ നിന്നുള്ള 8 വനിതകളുടെ കൂട്ടായ്മയാണ് ഈ ബെയിലി കുടകൾ നിർമ്മിക്കുന്നത്. നിലവിൽ മേപ്പാടി പോലീസ് സ്റ്റേഷനടുത്തുള്ള ഒരൊറ്റ മുറിയിലാണ് ഇവരുടെ സംരംഭം പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഇത് എപ്പോഴാണ് തുടങ്ങിയത്, എങ്ങനെയുണ്ട് ഇപ്പോൾ? ഞങ്ങൾ മെയ് പകുതിയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നത്, CDS എന്നാണ് 3 ദിവസത്തെ ട്രെയിനിങ് തന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കളക്ടർ മാഡം ചോദിച്ചു, പിന്നെ ആർമിക്കാർ 390 കുടൻ്റെ മെറ്റീരിയൽ ഇറക്കി തന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. കാരണം എന്താ, ഞങ്ങൾ വീടുകളിൽ അടഞ്ഞ പോലെയായിരുന്നു. മക്കൾ സ്കൂളിൽ പോയാലും എല്ലാം ഞങ്ങൾക്ക് ആ പണ്ടത്തെ ഓർമ്മയിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് പോകണം. അപ്പോൾ ഞാനിവിടെ പിന്നെ ട്രെയിനിങ് കഴിഞ്ഞത് 21 ആളുണ്ടായിരുന്നു. അവരടുത്ത് ചോദിച്ചപ്പോൾ മുന്നോട്ട് പോകാറുണ്ട്. പക്ഷേ ട്രെയിനിങ് കഴിഞ്ഞ് അവരൊന്നും വന്നില്ല. ഞങ്ങൾ 8 ആൾ തുടങ്ങി അന്ന് മുതൽ ഞങ്ങൾ 8 ആളുണ്ട്. ജൂൺ 6-ന് ഞങ്ങളിത് തുടങ്ങി. പിന്നെ മുന്നോട്ട് പോയി. ഞങ്ങൾ ഫസ്റ്റ് റിപ്പണിലായിരുന്നു തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഇവർക്ക് വണ്ടിക്കൂലിൻ്റെ ഒരു അസൗകര്യം വന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ റൂം നോക്കി അങ്ങനെ 5000 റുപ്യക്ക് വാടകയ്ക്ക് ഇവിടെ വന്നിരുന്നു. പിന്നെ ഇപ്പം 390 കുടൻ്റെ പകുതി മെറ്റീരിയൽ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാമത് മെറ്റീരിയൽ ഇറക്കി, അതും കഴിഞ്ഞു. മുഴുവൻ കൊടുത്തോ? ഇല്ല, പകുതിയേ കഴിഞ്ഞുള്ളൂ. ഇനി അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഇറക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം തന്നെ 66,000 റുപ്യ കടമാണ്. പക്ഷെ എന്തായാലും ഞങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ ഈ ഓർഡർ മെറ്റീരിയൽ ഇറക്കി തന്ന് ഇത് വാങ്ങുന്ന രീതിയിലുള്ള ഒരു സഹായം കൂടെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റൂലേ? കൂടുതൽ ഓർഡർ വന്നാൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷെ ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ല, സാമ്പത്തികപരമായിട്ട് നമുക്ക് മെറ്റീരിയൽ ഇറക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷത്തിൽ ഞങ്ങൾ എന്തായാലും മുന്നോട്ട് കുറച്ചും കൂടി ഓർഡർ പിടിച്ചിട്ട് മുന്നോട്ട് പോകും. ഈ വേറെ ഏതെങ്കിലും സർക്കാർ സംവിധാനം, ഇപ്പോൾ കുടുംബശ്രീയിൽ രജിസ്റ്റർ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ സർക്കാരിൻ്റെ ഏതെങ്കിലും വിഭാഗത്തു നിന്നുള്ളൊരു സഹായം ഉണ്ടോ ഈ പരിശീലനം അല്ലാതെ? നമുക്ക് ജില്ലാ മിഷനിൽ ലോണായിട്ട് അനുവദിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ നമുക്കിത് യൂണിറ്റ് പിന്നെ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 21 ആളുണ്ടായതും കൊണ്ട് അവർ വരുമെന്ന് തീർച്ചപ്പെടുത്താതെ നമുക്ക് 8 ആളെ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് നിന്നതാ. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ കളക്ടറേറ്റിൽ നിന്ന് പറഞ്ഞു, ഇപ്പോൾ 8 ആളല്ലേ ഉള്ളൂ, അവരെ കൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കുട ബൾക്കായിട്ടൊക്കെ വാങ്ങുന്ന ആളുകൾ ഇവരെ സഹായമാകുന്ന രീതിയിൽ ഇവർക്ക് വലിയ ഓർഡറുകളൊക്കെ നൽകിയാൽ സഹായകമാകും. ബെയിലി കുടകൾ വലിയൊരു ജീവിത മാർഗമാണ് ഈ വനിതാ കൂട്ടായ്മയ്ക്ക് മുന്നിൽ തുറക്കുന്നത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്. കമൽ തന്നെ നമ്മുടെ കൂടെയുണ്ട്. കമൽ, വലിയ രീതിയിലുള്ള പ്രതിഷേധമായാലും സങ്കടങ്ങളായാലും ആശങ്കയായാലും അതെല്ലാം തന്നെ അവിടുത്തെ ഓരോ ജനങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട്. പക്ഷേ അത് അങ്ങനെ തന്നെ ആകട്ടെ, പക്ഷേ പതറാതെ മുന്നിലേക്ക് പോകണം എന്നുള്ള വലിയൊരു ആത്മധൈര്യം കൂടി അവിടെയുള്ള ഓരോ മനുഷ്യർക്കും ഉള്ളിലുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ്. അവർ പൊരുതുകയാണ്. അപ്പോഴും ഇനിയും കൈത്താങ്ങാകണമല്ലേ, സാമ്പത്തികപരമായിട്ടൊക്കെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പദ്ധതികളോ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരോ ഒക്കെ ഇനിയും മുന്നിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരായിട്ടുള്ളവർ പല തരത്തിലാണ് അതിജീവന ശ്രമങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അവർ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ പലപ്പോഴും ഈ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ അവരെ വല്ലാതെ വേട്ടയാടുന്ന അവസ്ഥയുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ 8 വനിതകൾ ചേർന്ന് ഇപ്പോൾ ഒരു പുതിയ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. ബെയിലി എന്ന പേരിലാണ് അവർ കുടകൾ വിപണിയിലിറക്കുന്നത്. ബെയിലി പാലത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ആ പേര് നൽകിയിരിക്കുന്നത്. സൈന്യം ദുരന്തത്തിന് ശേഷം നിർമ്മിച്ച പാലത്തിൻ്റെ പേര് തന്നെയാണ് അവർ ഈ കുടകൾക്കും നൽകിയിരിക്കുന്നത്. സൈന്യത്തിൽ നിന്ന് തന്നെയാണ് അവർക്ക് ആദ്യം ഇങ്ങനൊരു ഓഫർ വന്നത്. അവർക്ക് മെറ്റീരിയൽസൊക്കെ ഇറക്കി കൊടുത്തതും സൈന്യമാണ്. അതുപയോഗിച്ച് അവർ കുടകളൊക്കെ ഉണ്ടാക്കി ആദ്യത്തെ ഓർഡർ പ്രകാരമുള്ള കുടകളൊക്കെ നൽകി കഴിഞ്ഞു. ഇപ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. പക്ഷേ അവർ ഉറച്ച തീരുമാനത്തിലാണ്. ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയുള്ള ഉറച്ച തീരുമാനത്തിലാണ്. ഈ സംഘത്തിലുള്ള ആളുകൾക്ക് സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ, ടൗൺഷിപ്പ് പദ്ധതിയിലൊക്കെ ഉൾപ്പെട്ടവരാണ്. 2 പേർക്ക് സന്നദ്ധ സംഘടനകൾ വീട് വാഗ്ദാനം ചെയ്തു. അപ്പോൾ അവർ സർക്കാരിൽ നിന്ന് 15 ലക്ഷം രൂപ വീതം വാങ്ങിച്ചവരൊക്കെ ഉണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് ഈ ദൈനംദിന ജീവിതം മുന്നോട്ട് പോകണം. വീട് ലഭിച്ച് കഴിഞ്ഞാൽ പോലും അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംരംഭത്തിൽ നിന്ന് പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ എന്നവർ ഉറച്ചു പറയുന്നു. അവർക്ക് വേണ്ടത് പൊതുസമൂഹത്തിന്റെയും അധികൃതരുടെയും ഒക്കെ പിന്തുണയാണ്. ഇപ്പോൾ തീർച്ചയായും അത് തന്നെയാണ് വേണ്ടത്. ഞങ്ങൾ മുന്നോട്ട് പോയിരിക്കും, എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ തളർന്നു പോകില്ല എന്ന് പറയുന്ന ചേച്ചിമാരുടെ വാക്കുകളാണ് ഏറ്റവും പ്രധാനം. അത്രത്തോളം ധൈര്യത്തോടു കൂടി അവർ മുന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിച്ച് വന്നതിന് ശേഷവും അവർക്കുള്ള ആ ഒരു മനക്കരുത്ത്, അത് നമ്മൾക്കും ഓരോരുത്തർക്കും മാതൃകയാണ്. ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും അവർക്ക് നമ്മൾ കൈത്താങ്ങാവുക തന്നെ വേണം. ശരി കമൽ.